ഞാനിവിടെ വീഴാണെങ്കിൽ എൻ്റെ കൂടെ 10-15 പേരെങ്കിലും കാണും. ഹായ് നമസ്കാരം, ദാസനാണ് തൃശ്ശൂർ നിന്ന്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ഗിരിജ തിയേറ്ററിലാണ്. അപ്പോൾ ഗിരിജ തിയേറ്ററിൽ നമ്മുടെ ടർബോ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ എത്താൻ പോവുകയാണ്. നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂർ ഗിരിജ തിയേറ്ററിൽ ടർബോ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടർബോ എന്ന സിനിമയുടെ ഗംഭീര ട്രെയിലർ നമ്മൾ കണ്ടു. ഇതുവരെ മലയാളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഇത്രയും ആക്ഷൻ പാക്ഡ് ത്രില്ലറായുള്ള ഒരു ട്രെയിലർ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. പല ട്രെയിലറും നമ്മൾ കണ്ടിട്ടുണ്ട്, പല ആക്ഷൻ സിനിമകളുടെ ട്രെയിലർ കണ്ടെങ്കിൽ ഇത്രയും ഫുൾ ഈ ഉണ്ടായിട്ടുള്ള ആ 2 മിനിറ്റ് എന്നും പറഞ്ഞത് ഈ 2 മിനിറ്റും ഫുൾ ആക്ഷൻ പാക്കഡ് ആണ്. ഇടി എന്ന് പറഞ്ഞാൽ ഇടിയുടെ വേറെ സ്റ്റൈലാണ് അല്ലേ. പള്ളിയിലത്തെ പള്ളിപ്പെരുന്നാളിൻ്റെ ഇടി, അതുപോലെ തന്നെ എന്താ പറയുക പോലീസ് സ്റ്റേഷനിൽ ഇടി, അതുപോലെ തന്നെ കുറെ വാരിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരായിട്ടുള്ള വാളും പുള്ളൊക്കെ ആയിട്ടുള്ള ഇടി, അതുപോലെ തന്നെ ഓരോ രീതിയിൽ പല തരത്തിൽ ഇടികൾ നമ്മൾ അതിൽ കണ്ടു. വെറൈറ്റികൾ, ബസ്സിന്റെ ഉള്ളിലിടി, മറ്റോടത്ത് ഇടി, തെരുവിലിടി, അവിടെ ഇടി എന്ന് പറഞ്ഞാൽ ഇടിയുടെ പെരുന്നാളാണ്. ആ സമയത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് 73 വയസ്സാവാറായിട്ടുള്ള മമ്മൂക്കയാണ് ഇടിക്കുന്നതെന്ന് ആലോചിക്കണം. മമ്മൂക്കയുടെ 73 വയസ്സിൽ ഒരാള് ഫുൾ സ്റ്റണ്ട് ചെയ്തിട്ട് സിനിമ ചെയ്യുകയാണെങ്കിൽ ആ സിനിമയുടെ സംവിധായകനും ആ സിനിമയുടെ തിരക്കഥാകൃത്തിനും ആ സിനിമയുടെ എന്താ പറയാ പിന്നിൽ പ്രവർത്തിച്ചവർക്കും ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന മമ്മൂക്കയ്ക്ക് തന്നെ അത്രയധികം എന്താ പറയാ വിശ്വാസമുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സിനിമ. മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം എല്ലാ സിനിമകളും ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു റിസ്ക് എടുക്കാൻ തയ്യാറാവില്ല അല്ലെ, ഒരു റിസ്ക് എടുക്കാൻ ഒരിക്കലും തയ്യാറാവില്ല. പക്ഷെ ആള് റിസ്ക് എടുത്തിട്ട് ഇങ്ങനെ ഒരു സിനിമ, അതായത് തന്റെ ഫാൻസുകാർക്കും മറ്റുള്ളവർക്കും അടിച്ചു പൊളിക്കാനുള്ള ഒരു എന്റർടൈൻമെന്റ് സിനിമ എന്ന് അദ്ദേഹം പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സിനിമയിൽ ഒന്നും ഉണ്ടാവാതിരിക്കില്ല. കാരണം ഈ സിനിമയിൽ നമ്മൾ കാണുന്ന സമയത്ത് നമ്മൾ പ്രഡിക്റ്റബിൾ ആണ്, നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. നമ്മൾ ഇത്രയും കൊല്ലം വർഷങ്ങളായിട്ട് നമ്മൾ സിനിമ കാണുന്ന ആളുകൾക്ക് എല്ലാവർക്കും ഒരു എന്താ പറയാ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു കഥയായിട്ടാണ് നമുക്ക് തോന്നുന്നത് അല്ലെ. ആളുടെ നമ്മൾ കേട്ടതും അങ്ങനെ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഒരു വേണ്ടപ്പെട്ട ഒരു അനിയൻ അവനുമായിട്ട് അവന്റെ ഒരു മരണം സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ചെന്നൈയിൽ ഉണ്ടായിട്ടുള്ള ഒരു ആ സംഭവം ബാങ്കിങ് ഇതര വിഷയങ്ങളായിട്ടുള്ള സംബന്ധിച്ചുള്ള ഒരു വിഷയം, ആ വിഷയം കണ്ടുപിടിക്കാൻ പോകുന്ന സമയത്തുണ്ടാവുന്ന പ്രശ്നങ്ങളും അവിടുത്തെ വില്ലനായിട്ടുള്ള പ്രശ്നങ്ങളും, അതുപോലെ തന്നെ ഇതിന്റെ ഇടയിൽ കിടക്കുന്ന കുറെ വില്ലന്മാരും ഇതിന്റെ ഇടയിൽ കിടക്കുന്ന നാട്ടിൽ പണ്ട് ഇവന്റെ അടിപിടിയായിട്ട് നടക്കുന്ന സമയത്ത് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള മമ്മൂക്ക എന്ന കഥാപാത്രം ചെയ്യുന്ന ടർബോ ജോസ് എന്ന ആള് നമുക്ക് അറിയാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇതിപ്പോ ഒരു ജീപ്പ് ഡ്രൈവറാണ്, സാധാരണക്കാരനായ ഒരു ഇടുക്കി ഭാഗത്തുള്ള ഒരു ജീപ്പ് ഡ്രൈവറാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ വിഷയങ്ങളും പോയി ഇടപെട്ട ഇടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഈ വിഷയത്തിൽ പെട്ട് ഈ വിഷയം അന്വേഷിക്കാൻ പോകുമ്പോൾ അതിലുണ്ടാവുന്ന കുറെ പ്രശ്നങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിൽ വലിയ പുതുമയൊന്നും നമുക്കില്ല. നമുക്ക് എല്ലാവർക്കും ഈ ഫിലിം കാണുമ്പോൾ അല്ലെങ്കിൽ ഈ ട്രെയിലർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വെച്ചാൽ വലിയ പുതുമയായിട്ട് തോന്നില്ല. പക്ഷേ എന്തെങ്കിലും ഇല്ലാതെ ഇത് ചെയ്യില്ല. അപ്പൊ ഇവര് ഫുള്ള് ഇതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും വെട്ടി തുറന്ന് ഇതുപോലെ കാണിക്കുന്നുണ്ടെങ്കിൽ ഇതിൽ വലിയൊരു ഭാഗം നമ്മൾ അറിയാത്തതുണ്ട്. അതും മിഥുൻ മാനുവൽ തോമസും മമ്മൂക്കയും വൈശാഖും ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അതിന്റെ ബാക്കിൽ കുറെ സംഭവങ്ങൾ. ഇത് മാത്രമല്ല, പലരും പറയുന്നുണ്ട് ഇതിന്റെ കഥ നമ്മൾ പ്രഡിക്റ്റബിൾ ആണല്ലോ. സംഭവം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, അടിപൊളി നല്ല രീതിയിൽ വെടിക്കെട്ട് സംഭവം ചെയ്തിട്ടുണ്ടെങ്കിലും ഇതില് കഥയ്ക്ക് വലിയ പുതുമയൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ എല്ലാവരും പറയുന്നുണ്ടെങ്കിലും ഇതിന്റെ പിന്നിലൊരു സാധനം ഒരുക്കി വെച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഇവര് ഈ സാധനം പുറത്തേക്ക് ഇട്ടത്. അല്ലെങ്കിൽ ഈ സംഭവങ്ങൾ മുഴുവൻ പുറത്തേക്ക് ഇടേണ്ട ആവശ്യമില്ല അല്ലേ. വളരെ അവർക്ക് വേണമെങ്കിൽ ഇത് മറച്ചു പിടിച്ചുകൊണ്ട് ചെയ്യാം. പക്ഷെ ഇവരത് പുറത്തേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു വേറെ ലെവലായി തരും. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഈ സിനിമ ആഘോഷിക്കാൻ തന്നെയാണ്. വെടിക്കെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ വെടിക്കെട്ടാണ് ഒരുക്കിയുള്ളത്. ആ വെടിക്കെട്ട് കാണാൻ വേണ്ടി തയ്യാറായിരിക്കുന്നത്. ഇതിൽ പ്രത്യേകിച്ച് ഇപ്പൊ എനിക്ക് കാര്യം പറയാനുള്ളത്, ഞാൻ സാധാരണ തൃശ്ശൂരാണ് സിനിമ കാണാറുള്ളത്. എല്ലാ സിനിമകളും മമ്മൂക്കയുടെ സിനിമകളായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ള സിനിമകളായിക്കോട്ടെ തൃശ്ശൂർ തന്നെയാണ് കാണാറ്. ഈ സിനിമ ഞാൻ കാണാൻ പോകുന്നത്, ഞാൻ എൻ്റെ ഫ്രണ്ടും ഈ സിനിമ കാണാൻ പോകുന്നത് മലപ്പുറത്തായിരിക്കും എന്നുള്ളതാണ്. മലപ്പുറത്ത് എവിടെയാണ്, മലപ്പുറം പെരിന്തൽമണ്ണ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും അവിടെ ഏറ്റവും നല്ല തിയേറ്റർ ഉള്ള സ്ഥലം ഏതാണെങ്കിൽ മലപ്പുറത്തുകാരെൻ്റെ ഏറ്റവും കൂടുതൽ എന്നെ സ്നേഹിക്കുന്നവരുള്ളത് മലപ്പുറത്തും അത് കോഴിക്കോടൊക്കെ ഉള്ള ആൾക്കാരാണ്. മലപ്പുറത്താണ് ഞാൻ ഇപ്രാവശ്യം സിനിമ കാണാൻ ഉദ്ദേശിക്കുന്നത്. മലപ്പുറത്ത് എവിടെയാണ് ഞാൻ വരേണ്ടത് എന്ന് നിങ്ങൾ ഈ വീഡിയോയിൽ കമൻറ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് മലപ്പുറത്ത് പെരിന്തൽമണ്ണയിലോ എവിടെയും നമുക്ക് ഈ സിനിമ കണ്ടടിച്ച് പൊളിക്കാം. അപ്പൊ എല്ലാവരും നിങ്ങൾ കമന്റ് ചെയ്യുക, അവിടെ വെച്ച് നമുക്ക് അടിച്ചു പൊളിക്കാം. എന്തായാലും ഈ സിനിമ ടർബോ നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന സിനിമയാണ്. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരെല്ലാവരും നിങ്ങൾ നോക്കി കാണാൻ സാധിക്കും. മിഥുൻ മാനുവൽ, എല്ലാവരും നമ്പർ 1 ചുള്ളന്മാർ മാത്രമാണ് ഇതിൽ അണിനിരക്കുന്നത്. റിട്ടൺ ബൈ മിഥുൻ മാനുവൽ തോമസ്. അതേപോലെ തന്നെ ഇതിന്റെ ജോർജ് സെബാസ്റ്റ്യനാണ്, നമ്മുടെ മമ്മൂക്കയുടെ ജോർജ് സെബാസ്റ്റ്യനാണ് പിന്നിലുള്ളത്. അതുപോലെ തന്നെ DOP
നമുക്ക് ഇതിനറിയാം. ഇതിന്റെ ഫോട്ടോഗ്രാഫി ചെയ്തിട്ടുള്ളത് വിഷ്ണു ശർമ്മയാണ്, എഡിറ്റർ ഷമീർ മുഹമ്മദാണ്. ഇവരൊക്കെ പുലികളാണ് അല്ലേ, മലയാള സിനിമയിലത്തെ പുലികളാണ് എല്ലാവരും. അതുപോലെ ഇന്നത്തെ ട്രെൻഡിങ് സ്റ്റാർ ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടറായിട്ട് ക്രിസ്റ്റോ സേവിയർ ആണ്. നമുക്ക് എല്ലാവർക്കും ബ്രഹ്മയുഗ കണ്ടുള്ളവർക്ക് അറിയാം, വെറൈറ്റി സംഭവം കൊടുക്കുന്ന ആളാണ് ക്രിസ്റ്റോ സേവിയർ ആണ് സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ. അതുപോലെ തന്നെ ഷാജി നടുവിലാണ് ഇതിന്റെ. നമുക്കറിയാം ഈ റോഷാക്ക് പോലുള്ള സിനിമകളൊക്കെ നമുക്ക് പ്രൊഡക്ഷൻ ഇതായിട്ടുള്ള ഡിസൈനറായിട്ടുള്ള നമ്മൾ സെറ്റ് ചെയ്തില്ല, നമ്മുടെ ആ വീടൊക്കെ കംപ്ലീറ്റ് സെറ്റ് ചെയ്ത് ഷാജി നടുവിൽ. ഇപ്പോഴത്തെ ട്രെൻഡിങ് സ്റ്റാർ ആണ് ആള് ഷാജി നടുവിൽ. അദ്ദേഹമാണ് ഇതിന്റെ പ്രൊഡക്ഷൻ ഡിസൈനർ ആളാണ്. അതുപോലെ തന്നെ ആക്ഷൻ ഡയറക്ടർ വരുന്നത് പീനിസ് പ്രഭു ആണ്. അതുപോലെ തന്നെ കോ ഡയറക്ടർ നമുക്കറിയാം ഷാജിയാണ്. ഷാജി പാടൂരാണ്. എല്ലാ സിനിമകളിലും ഈ വൈശാഖന്റെയും മറ്റുള്ളവരൊക്കെ സിനിമകളൊക്കെ ചെയ്ത സന്തതികൾ സംവിധാനം ചെയ്ത ഷാജി പാടൂരാണ് പിന്നണിയിൽ മറ്റുള്ള ഒരാള്. അതുപോലെ തന്നെ നോക്കുമ്പോൾ എല്ലാവരും ഗംഭീര പുലികളാണ് സിനിമയിൽ അണിനിരുന്നുള്ളത്. അപ്പൊ എന്തായാലും നമുക്കൊരു വെടിക്കെട്ട് തൃശ്ശൂർ പൂരത്തിന്റെ ആൾക്കാരായ കാരണം, ഞാൻ ദാസേട്ടൻ തൃശ്ശൂർ പൂരത്തിന്റെ ആളായ കാരണം നമുക്കറിയാം തൃശ്ശൂർ പൂരത്തിന്റെ പോലത്തെ വെടിക്കെട്ട് വേറെ എവിടെയില്ല. നെന്മാറ അല്ലെങ്കിൽ വേലാന്ന് പറഞ്ഞിട്ട് വലിയ വെടിക്കെട്ടുണ്ട്, അത് ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതിനേക്കാളും പവറും ഇതിനേക്കാളും സൗണ്ടും ഇതിനേക്കാളും കൂടുതൽ പൊട്ടിക്കുന്ന സ്ഥലമാണ്. അതുപോലെ കാവശ്ശേരി, പാലക്കാട് ജില്ലയിൽ ഇഷ്ടംപോലെ വെടിക്കെട്ടുണ്ട്. പക്ഷെ തൃശ്ശൂർ പൂരത്തിന്റെ വെടിക്കെട്ടിന്റെ പോലെ പവർ അല്ലെങ്കിൽ ആ തൃശ്ശൂർ ടൗണിന്റെ ഉള്ളിൽ പൊട്ടിക്കുന്ന ഭംഗിയും പവറും വേറെ എവിടെ പൊട്ടിച്ചാലും ഉണ്ടാവില്ല. അതേപോലെ തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. മമ്മൂക്കയുടെ സിനിമ അടിച്ചു പൊളി സിനിമ വന്നു കഴിഞ്ഞാൽ വേറെ സിനിമയ്ക്ക് പിന്നെ അതിന് മുന്നിൽ പോലും നിൽക്കാൻ പറ്റില്ല. അപ്പൊ എല്ലാവരും അത്ര പ്രതീക്ഷയാണ്. നമുക്ക് ടർബോ 500ഓളം കേന്ദ്രങ്ങളാണ് നമ്മൾ പടയ്ക്കുന്നത് കേരളത്തിൽ മാത്രം. എന്തായാലും സിനിമ 200+250 കോടി അടിക്കുന്ന ഉറപ്പ് നൽകിക്കൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ തൃശ്ശൂരിൽ നിന്ന് ബ്ലോക്ക് ബസ്റ്റർ മേടിക്ക് വേണ്ടി. ഓക്കെ.